ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വലിയ വലിയ പൊട്ടിത്തെറികളാണ് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ചതിയിൽ തന്നെയാണ് പല്ലവി ചെന്നപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു ചതിയിൽ നിന്നും പല്ലവിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ മറ്റു സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഇന്ദ്രന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും പാറുവിനെയും വിശ്വജിത്തിനെയും ഒരുപാട് സ്നേഹിക്കുക. അവർക്കൊരിക്കലും മനസ്സിലാകരുത് പല്ലവിയെ താൻ ഭീഷണിപ്പെടുത്താൻ പോകുന്ന കാര്യം അവർ മനസ്സിലാക്കരുത്. അവർ മനസ്സിലാക്കാതെ തന്നെ പല്ലവിയെ ഭീഷണിപ്പെടുത്തി ഈ കേസിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത്. പക്ഷെ എന്നാൽ പൊന്നുമടത്തിൽ മറ്റൊരു പ്രശ്നം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതും ഏറ്റവും കൂടുതൽ ഋതുവിന്റെ ഈ ഒരു സ്വഭാവ മാറ്റം തന്നെയാണ് അവരെല്ലാവരെയും വേദനിപ്പിച്ചത്. ഋതുവിനെ മാറ്റിയെടുക്കാനായിട്ട് പല്ലവി ശ്രമിച്ചു. അങ്ങനെ ഋതുവിനോട് പോയി സംസാരിച്ചു. ഋതുവിനോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ഋതു, നീ ഒന്ന് എണീക്ക്, വാ, നമുക്ക് ഒന്ന് നടന്നിട്ടൊക്കെ വരാം. നിനക്കിപ്പോൾ ഡിപ്രഷൻ സ്റ്റേജ് ആണെന്ന് നിനക്കറിയാലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് അത്ര പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പ്രശ്നമൊന്നുമില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്കുക. നീ വാ, നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാം, ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വരാം, അപ്പോൾ ഓക്കെ ആകുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഋതു തയ്യാറല്ല. കാരണം എന്ത് സംഭവിച്ചാലും താൻ വരുന്നില്ല എന്നുള്ളൊരു മട്ടിൽ തന്നെയാണ് ഋതു. എനിക്ക് പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഋതു വാശി പിടിച്ചു. അവസാനം ശരി, നീ കിടന്നു എന്ന് പറഞ്ഞ് പല്ലവി പുറത്തോട്ട് ഇറങ്ങി. എന്നാൽ പല്ലവിയും ഋതുവും സംസാരിക്കുന്നതെല്ലാം സേതു കേൾക്കുന്നുണ്ടായിരുന്നു. ആ വാക്കുകള്, ഋതുവിന്റെ വാക്കുകള് സേതുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. ഋതുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് സേതുവിന് മനസ്സിലായി. അപ്പൊ സേതു പല്ലവിയോട് ചോദിക്കുന്നുണ്ട്, പല്ലവി, ഇത് അത്ര നമ്മൾ പേടിക്കേണ്ട കാര്യമാണോ, വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണോ എന്നൊക്കെ ചോദിച്ചു. എന്നാലും അത്ര കുഴപ്പമൊന്നുമില്ല, സേതുവേട്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഓക്കെ ആകും എന്ന് പറഞ്ഞ് പല്ലവി സമാധാനിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പല്ലവി തന്റെ കോളേജിലോട്ട് പോകുവാണ്. രാവിലെ തന്നെ ഇന്ദ്രൻ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വിശ്വജിത്ത് ഷൂ തേക്കുന്നത് കണ്ടു, ഷൂ പോളിഷ് ചെയ്യുന്നത് കണ്ടു. അത് കണ്ടപാടെ തന്നെ വിശ്വയുടെ അടുത്ത് പോയതിനു ശേഷം വിശ്വ പറയുവാണ്, വിശ്വയുടെ അടുത്ത് ഇന്ദ്രൻ ചെന്നതിന് ശേഷം ഇന്ദ്രൻ പറയുവാണ്, വിശ്വ, ഞാൻ നിന്റെ ഷൂ പോളിഷ് ചെയ്ത് തരാം, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ ചെയ്യേണ്ടത്, ഞാൻ നിന്റെ ചേട്ടനല്ലേ, അപ്പൊ എനിക്കറിയാം കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, ഞാൻ ചെയ്തു തരാം. പക്ഷെ ആദ്യം വിശ്വ അത് കേട്ടില്ല. പിന്നെ അവസാനം ഇന്ദ്രൻ നിർബന്ധിച്ചപ്പോൾ ശരി എന്ന് പറഞ്ഞ് അത് ചെയ്യാനായിട്ട് തയ്യാറായി. അങ്ങനെ വിശ്വയ്ക്ക് ഷൂ പോളിഷ് ചെയ്യുന്നത് കണ്ടിട്ട് രാജലക്ഷ്മി ഷൂ ഒക്കെ കൊണ്ടുകൊടുത്തു, തന്റെ കുറച്ച് ചെരുപ്പൊക്കെ കൊണ്ടുകൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് പോളിഷ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവസരം മുതലാക്കി രാജലക്ഷ്മിക്കും കൂടി സഹായിച്ചു കൊടുക്കാമെന്ന് ഇന്ദ്രൻ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്റെ അനിയനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പാറു വന്നത്. പാറുവിനെ കാണിക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു ഇന്ദ്രൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. അപ്പോൾ ഉടനെ തന്നെ പാറു കണ്ടോ, അവൻ എന്നെ കണ്ടപാടെ തന്നെ അവനോടുള്ള എന്റെ സ്നേഹം നീ കണ്ടോ, അത്രത്തോളം എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ എന്റെ സഹോദരനല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പാറു ഒരു കാര്യം പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വിശ്വ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ വിശ്വയുടെ ചേട്ടൻ, ഈ സ്നേഹിക്കുന്ന ഈ ചേട്ടൻ തന്നെ കാരണം ചേട്ടൻ ഈ വിശ്വ അടിച്ച് ഹോസ്പിറ്റലിലായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് എത്രത്തോളം വിശ്വയോട് എല്ലാവർക്കും സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ആ ഒരു ഹോസ്പിറ്റൽ വാസം തന്നെയാണ് എന്നെയും വിശ്വനെയും ഇന്ന് വിവാഹം കഴിച്ച് ഒന്നിക്കാനുള്ള ഒരു കാരണവുമായി മാറിയത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇന്ദ്രനോടാണെന്നൊക്കെ പറഞ്ഞ് പാറു ഇങ്ങനെ സംസാരിക്കുമ്പോഴും രാജലക്ഷ്മിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ തന്റെ മകനെ മാത്രമാണ് രാജലക്ഷ്മി മിണ്ടാതിരിക്കുന്നത്. പാറു വിഷയം പോയതിന് പിന്നാലെ തന്നെ ഇതിനെപ്പറ്റി രാജലക്ഷ്മി പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം എന്റെ തന്ത്രമാണ് അമ്മേ, ഇനി ഉറപ്പായിട്ടും പല്ലവി ഈ കേസിൽ നിന്ന് കേസ് പിൻവലിച്ചിരിക്കും, അതിനുള്ള മാർഗങ്ങളെല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് ഇന്ദ്രൻ പറയുവാണ്. ഇന്ദ്രൻ അതിനുശേഷം നേരെ പോയത് പല്ലവിയുടെ കോളേജിലേക്കാണ്. പല്ലവിയുടെ കോളേജിൽ പോയി പല്ലവിയെ കണ്ടു. എന്നിട്ട് ആദ്യം പല്ലവി സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിലും കുറച്ച് അത്യാവശ്യ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ പല്ലവി ശരി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴാണ് നീ എന്തായാലും ഞാൻ പറയുന്ന കാര്യം നീ ചെയ്തേ പറ്റത്തുള്ളൂ, ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ കേസിന്റെ വിധി വരും, നീ ഈ കേസ് പിൻവലിക്കണം, നീ ഈ കേസ് പിൻവലിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് പറ്റത്തില്ല, ഞാൻ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറുമെന്ന് പല്ലവി പറഞ്ഞപ്പോഴാണ് ഇന്ദ്രൻ ആ ഒരു കാര്യം പല്ലവിയോട് വ്യക്തമാക്കി പറഞ്ഞത്. നീ ഈ കേസ് പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അനിയത്തിയെ ഞാൻ കൊന്നിരിക്കും.
അവൾ എൻ്റെ കസ്റ്റഡിയിലാണ്, അപ്പോൾ അവളെ ഞാൻ പിന്നെ നീ അവളെ ഒരിക്കലും കാണത്തില്ല. അതുകൊണ്ട് നിന്റെ അനിയത്തിയുടെ ജീവൻ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്തേ മതിയാകൂ, കേസ് പിൻവലിച്ചേ മതിയാകൂ എന്നാണ് ഇന്ദ്രന്റെ ഭീഷണി. പക്ഷെ ഇന്ദ്രന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്റെ അനിയത്തിയുടെ ജീവൻ ആപത്തിലാണ്. തന്റെ അനിയത്തിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ഇന്ദ്രന്റെ ചതികളിൽ, ഇന്ദ്രന്റെ ക്രൂരതകൾ താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് കൂടി പല്ലവി ഓർക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വലിയൊരു കുരുക്കിലാണ് താൻ ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന് പല്ലവിക്ക് മനസ്സിലായി. അതിനുശേഷം ഇന്ദ്രൻ തന്റെ വക്കീലിനെ കണ്ടു. അപ്പോൾ വക്കീലും പല്ലവി അങ്ങനെയൊന്നും അനുസരിക്കാൻ പോകുന്നതല്ല, സേതു, ഊർമിള വക്കീലൊക്കെ പറയുമ്പോൾ പല്ലവി ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിന്മാറും, പല്ലവി കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇന്ദ്രന്റെ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉറപ്പായിട്ടും പല്ലവി കേസ് പിൻവലിക്കും. കേസ് പിൻവലിച്ചില്ലെങ്കിൽ പാറുവിന്റെ ജീവൻ ആപത്തിലാണെന്ന് പല്ലവിക്ക് അറിയാം. അതുകൊണ്ട് അത് പേടിച്ചിട്ടാണെങ്കിലും കേസ് പിൻവലിക്കും എന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് ഇന്ദ്രൻ ഇപ്പോഴും ഉള്ളത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് പല്ലവി നേരെ ക്ലാസ് എടുക്കാനായിട്ട് പോയി. സ്വാതിയും എല്ലാവരും ഉണ്ടായിരുന്നു. സാധാരണ പല്ലവി ക്ലാസ് എടുക്കുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള നല്ല സുഖമാണ്. ഓരോ വാക്കുകളും കൃത്യമായിരിക്കും, ഒരു തെറ്റും വരത്തില്ല. എന്നാൽ പല്ലവി വന്ന പാടെ തന്നെ ക്ലാസ് എടുക്കാനായിട്ട് ഒരു താല്പര്യമില്ലാത്തതുപോലെ പറയുന്നതെല്ലാം തെറ്റായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ തന്നെ സ്വാതിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പോൾ എന്താ ടീച്ചർ, എന്ത് പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് സുഖമില്ല, എനിക്ക് തലവേദനയാണ്, ക്ലാസ് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞ് പല്ലവി ഒഴിഞ്ഞു മാറി. അതും സ്വാതിയിൽ വല്ലാതെ സംശയം ഉണ്ടാക്കി. എന്നാൽ ഇന്നത്തോടുകൂടി, ഈ ഒരു സംഭവത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോഴും വലിയൊരു ചതിയിൽ തന്നെയാണ് പല്ലവി ചെന്ന് പെട്ടിരിക്കുന്നത്. ഈ ഒരു ചതിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ ഇല്ലയോ? ഇന്ദ്രന്റെ ഭീഷണിയിൽ പല്ലവി വഴങ്ങുമോ? പല്ലവി വഴങ്ങി കേസ് പിൻവലിക്കുമോ? അങ്ങനെ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ അന്നത്തോടുകൂടി പല്ലവിയുടെ ജീവിതം തകർന്നു എന്ന് തന്നെ പറയാം. പല്ലവി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത് എന്ന് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.